Waking up with pain is one of the worst things that can happen to you. A pain അവർ overcome ചെയ്യാൻ give them faith in movement and exercise. Get them back to a pain-free life. They'll stick to it. A good physiotherapist is bad in business. More sessions, more money. How can you get back to Shilpa Shetty abs, as they call it? Very important for a lot of people. We actually have achieved that. പക്ഷെ ഒരു കാര്യമുണ്ട്, it's not a quick fix. A lot of these videos are there. കഴുത്ത് പിടിച്ചിടുന്നതും അത് കാണുന്നത് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പലരും നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് പിടിച്ചിട്ട് ശബ്ദം കേൾപ്പിക്കാൻ ആ ഒരു ക്യൂരിയോസിറ്റിയാണ്. ലെറ്റ്സ് ഫേസ് ഇറ്റ്, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു ക്വിക്ക് ഫിക്സ് എപ്പോഴും ഒരു മേക്ക് സെൻസ്. ഫിസിയോതെറാപ്പിയുടെ ഒരു ചാലഞ്ചും എന്നെ സംബന്ധിച്ചോളം അവിടെയാണ്. ആയുർവേദ പോലത്തെ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നവരിൽ ഭൂരിഭാഗം പേരും എണ്ണത്തോണി പോയി കിടക്കും. നീ എന്തെങ്കിലും ചെയ്യടേ, എനിക്ക് വേദന മാറിയാൽ മതി. ബട്ട് ആർ യു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ട്രീറ്റ്മെന്റ്? എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദം? തിരിച്ച് അവർ പോയി വർക്ക് ചെയ്യാനോ എണീച്ച് പോകാനോ ബെഡും കൊണ്ട് പോകാൻ പറ്റില്ല. സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ്. സിറ്റിംഗ് ഇസ് മോർ ഡേഞ്ചറസ് ദാൻ സ്മോക്കിംഗ് എന്നാണ്. കൺവെൻഷണൽ വിസ്ഡം ഇസ് യു ഗോ ടു ഗൂഗിൾ വാട്ട് ഈസ് ദ ബെസ്റ്റ് പോസ്ചർ, ആൻഡ് ദ മോസ്റ്റ് റീസെന്റ് റിസർച്ചസ് ദർ ഇസ് നോ വൺ പോസ്ചർ. ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് പോസ്ചർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റേ ഇല്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട് നോൺസെൻസ് എന്നാണ് പറയുന്നത്. ചാലഞ്ച് ഇസ് നോട്ട് ബിക്കോസ് ദേ ആർ സിറ്റിംഗ് ആൻഡ് ഡൂയിങ് ദെയർ ജോബ്സ്, ദേ ആർ ഒബ്സസീവ്ലി കമ്പൽസീവ്ലി ഡൂയിങ് ഇറ്റ്. ഒരേ ഇരിപ്പിരിക്കുകയാണ്, ഒരു കോഡ് എഴുതി ഇപ്പൊ വരാന്ന് പറഞ്ഞ് ടൈം നോക്കുമ്പോഴേക്കും യു വിൽ ബി സിറ്റിംഗ് ദെയർ ഫോർ 4 hours. From slip disc to deadlifts, today we'll be talking about how physiotherapy can help all these problems. Welcome back to our podcast. Today we have a very special and energetic guest, Nanda Gopan, who's a chief physiotherapist in SP.Medifort Hospital. And also, along with me, the show will be co-hosted by Advaith, who is the executive director of SP.Medifort Hospital. Welcome, everybody. Thank you. I think in today's episode, we're going to cover a lot of things. I think we're going to break a lot of myths and facts about what physiotherapy department is. And most of the questions are from our patients and as well as the public, I'm sure. But എല്ലാവരും പറയാറുണ്ട് ഫിസിയോതെറാപ്പി ഒരു ഗ്ലോറിഫൈഡ് വേർഷൻ ഓഫ് എക്സസൈസ് എന്നാണ് പറയുന്നത്. എല്ലാവരും യൂട്യൂബിൽ കണ്ട് പഠിക്കാറുണ്ട്. പക്ഷേ എന്താണ് ഫിസിയോതെറാപ്പി? വാട്ട് ഡു യു തിങ്ക്? വാട്ട് എക്സാക്ട്ലി ഈസ് ഫിസിയോതെറാപ്പി? ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ there are a lot of dimensions to it. ഓക്കെ, അപ്പം ചിലർ പറയും എക്സസൈസ് പഠിപ്പിക്കുന്നു, ചിലർ പറയും ഓക്കെ നമ്മൾ എന്തോ മെഷീൻ വയ്ക്കുന്നു, ചിലർ വന്ന് ചോദിക്കും ഈ ദോശ ചുടുന്ന പോലെ എന്തോ ജെല്ല് വെച്ച് തേക്കുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് ഫിസിയോതെറാപ്പി? ഐ ഹാവ് പേഷ്യൻസ് ഹു ഹാവ് കം ടു മീ, സാർ വരുമ്പോൾ തോർത്തും എണ്ണയും കൊണ്ടുവരണോ? സോ ദിസ് ഈസ് ഓൾസോ ക്വസ്റ്റ്യൻ ഐ ഗെറ്റ്. 10 വർഷം മുമ്പല്ല, ലാസ്റ്റ് ഇയർ ഐ ഹെഡ് ദിസ് ക്വസ്റ്റ്യൻ. We keep getting these kind of stuff every single day. Physiotherapy as a profession and what we do essentially is we actually diagnose, we assess, we treat people with different conditions. And we are closely associated with a lot of specialties also. ഇപ്പോൾ ഒരു ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ഇസ് ക്ലോസ്ലി വർക്കിംഗ് വിത്ത് ഓർത്തോപെഡീഷ്യൻസ് ആൻഡ് ദ പേഷ്യൻസ്. നമുക്ക് ഏതൊരു സ്പെഷ്യാലിറ്റി പോയാലും ന്യൂറോ സർജറി അല്ലെങ്കിൽ സ്പോർട്സ് മെഡിസിൻ അല്ലെങ്കിൽ ഇപ്പോൾ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഈ ഒരു ഏതൊരു പ്ലാസ്റ്റിക് സർജറി, ഈ ഏരിയാസിലെല്ലാം ഫിസിയോതെറാപ്പിയുടെ റോൾ വളരെ റെലവൻ്റ് ആണ്. വി സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ ബേസിക്സ്. ഒരു പേഷ്യൻറ്റിന് ഒരു സർജിക്കൽ പ്രൊസീജിയറോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിക്ക് ശേഷം അവരുടെ ഫസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ് എടുത്ത് വയ്ക്കുന്നത് മുതൽ അവരെ ഓടാൻ പഠിപ്പിക്കുന്നത് വരെ ദാറ്റ്സ് വാട്ട് വി ഡു. ഐ സ്ട്രോങ്ലി ബിലീവ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മേക്കിംഗ് യു പെയിൻ ഫ്രീ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ കോമൺ ഐഡിയാസ്, ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് ഗെറ്റിംഗ് ദ ബെസ്റ്റ് ബാക്ക് ടു യു, getting you back to your best. That is very relevant to us. We are academicians at times. We are motivators. We are exercise Nazis at times. Glorified exercise ആണോ ഫിസിയോതെറാപ്പി എന്ന് ചോദിച്ചാൽ we do clinical exercise prescription. സോ യൂട്യൂബ് നോക്കി ഒരാൾ പഠിക്കുമ്പോഴും നമ്മളുടെ അടുത്ത് വന്ന് പഠിക്കുമ്പോഴും seeing and things and looking at things രണ്ടും രണ്ടല്ലേ. സോ ഇറ്റ് മേക്സ് എ വേൾഡ് ഓഫ് എ ഡിഫറൻസ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പൊ സർജറി കഴിഞ്ഞാല് ഫിസിയോതെറാപ്പി പോകേണ്ട ആവശ്യമുള്ളെന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. പക്ഷെ അതാണോ? വാട്ട് ഡു യു തിങ്ക് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ഗോ ടു എ ഫിസിയോതെറാപ്പിസ്റ്റ്? അത് ലാർജ്ലി എക്സസൈസ് അറ്റ് കണ്ടീഷൻ ബേസ്ഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു അമ്മയാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. ലോട്ട് ഓഫ് അവർ ഡോക്ടേഴ്സ്, എൻ്റെ മെഡിഫോർട്ടിലെ മോസ്റ്റ് ഓർത്തോപെഡിക് ഡോക്ടേഴ്സ്
അവർക്ക് ഒരു 2-3 സെഷൻസ് ബിഫോർ ദ സർജറി ഫിസിയോതെറാപ്പി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പ്രീഹാബിലിറ്റേഷൻ. അപ്പം സർജറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുന്നൊരമ്മ ആ കാലങ്ങനെ മടക്കും ഇങ്ങനെ മടക്കും എന്ന് പറയുമ്പോൾ ദേ വിൽ ബി ഇൻ പെയിൻ, ദേ വിൽ ബി ടോട്ടലി ഫ്രസ്ട്രേറ്റഡ്. വല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ അത് ഇത് ചെയ്യുന്ന പറയുന്ന കാട്ടിലും വി പ്രിപ്പയർ ദം മെൻ്റലി, we teach them exercises beforehand, so actually they are ready to do these activities right after surgery. First day after surgery വരെ നമ്മൾ ചില പേഷ്യൻസിനെ എണീപ്പിച്ച് നിർത്താറുണ്ട്. Prehabilitative exercises go a long way. ഇത് same thing applies to ACL injuries, same thing applies to a lot of knee based surgeries, shoulder based surgeries, and അതിനൊരു ക്ലിനിക്കൽ പ്രോട്ടോകോൾ ഉണ്ട്. സോ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യുവർ സർജൻ ആൻഡ് വർക്കിംഗ് ഓൺ ദീസ് സിനറീസ്. ഇതെല്ലാം ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ ഉള്ള കേസസ്. അല്ലാത്ത കേസസ് ഇപ്പം സമ്മൺ കംസ് ടു യു വിത്ത് നെക്ക് പെയിൻ, കൈയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ, അല്ലെങ്കിൽ ബാക്ക് പെയിൻ, കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊന്നും ആദ്യം നമ്മുടെ ഒരു സർജനും സർജറിക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല. ദേ ഗോ ഫോർ എ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഓക്കെ, നമുക്ക് ഫിസിയോ ട്രൈ ചെയ്യാം, എക്സസൈസസ് ട്രൈ ചെയ്യാം. അപ്പം ഫിസിയോ എക്സസൈസസും ട്രൈ ചെയ്യുമ്പം പലരും യൂട്യൂബും ഇൻ്റർനെറ്റിൻ്റെയും പുറകെ പോകാറുണ്ട്. അപ്പം അവിടുത്തെ പ്രൈമറി പ്രോബ്ലം ഇതിൽ ഏത് എക്സസൈസ് ചെയ്യണം? ഒരു 5000 വീഡിയോസ് ഉണ്ട്, അതിൽ 5000 പേരും 10 കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ട് പറയും. സോ വിച്ച് വൺ ഷുഡ് ഐ ഫോളോ? അവിടെ ഒരു അസസ്മെൻറ്റ് പോളിസി ഒന്നുമില്ല. ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്നതുണ്ടാവും, പക്ഷെ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ടാവും. സോ വാട്ട് വി ഡു ഇസ്, നമ്മൾ ഡോക്ടേഴ്സ് നോട്ട്സ് നോക്കും, വി ഡു അവർ അസസ്മെൻറ്റ്, വി ട്രൈ ടു ഫിഗർ ഔട്ട് ഓക്കെ വാട്ട് വർക്ക്സ് ഫോർ യു. എന്നിട്ട് പലരും ഇപ്പോൾ ഒരു പെയിൻ പേഷ്യൻ്റ് വരുന്നു, അവരുടെ ഏറ്റവും വലിയ ഫിയർ സ്വന്തം കുഞ്ഞിനെ കുനിങ്ങൊന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ബെൻഡ് ചെയ്യുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ആലോചിക്കും, ഷുഡ് ഐ ഡു ദിസ്, വേദന വരുമോ? അപ്പം വി ഹെൽപ്പ് ദം ഗെറ്റ് ഓവർ ദാറ്റ് ഫിയർ. വി കോൺസ്റ്റൻ്റ്ലി ടോക്ക് ടു ദം, വർക്ക് വിത്ത് ദം, സീ വാട്ട് വർക്ക്സ് ഫോർ ദം. അവരുടെ എങ്ങനെയാണ് ഒരു പ്രോഗ്രസീവ് ഗ്രേഡഡ് എക്സസൈസ് പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരാൻ പറ്റുക, ഗെറ്റ് ദം ഓവർ ദ ഫിയർ, കൈനസിയോഫോബിയ, ഫിയർ ഓഫ് മൂവ്മെൻറ്റിനെ മാറ്റുക. ഓൾ ദീസ് ആർ പാർട്ട് ഓഫ് ഫിസിയോതെറാപ്പി. Does this apply to a lot to a certain age, or can pediatrics also? I personally have seen 3-day-old babies. I have seen the eldest person I have seen is I think 103. So I'm proud to say we can cover the century part. And the youngest? I think 3-day-old. 3-day-old child. ഒരു herbs palsy എന്ന് പറഞ്ഞിട്ട് the baby had a breech presentation. അപ്പം there was some problem with the hand function. What are the different areas? ഇപ്പം നിങ്ങൾ ഇപ്പം സർജറി അല്ല, ഇപ്പം ഐ ഹേർഡ് ദാറ്റ് നിങ്ങൾ ന്യൂറോളജി, പിന്നെ പോസ്റ്റ് സ്ട്രോക്ക്, പിന്നെ കാർഡിയോളജി പേഷ്യൻസിനെയും കാണാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ഏരിയാസ് യു കവർ ഇൻ ഫിസിയോതെറാപ്പി? ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു 4-year ഡിഗ്രിയാണ്. ഇപ്പം ആക്ച്വലി ദ ന്യൂ സിലബസ് ആക്ച്വലി ഇറ്റ്സ് മേക്കിംഗ് ഇറ്റ് എ 5-year ഡിഗ്രി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2-year പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉണ്ട്. നമുക്ക് അവിടെ തന്നെ അറൌണ്ട് 7 to 8 സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഓർത്തോപെഡിക്സ്, വി ഡു സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് ഫിസിയോതെറാപ്പി, പിന്നെ ന്യൂറോ ഫിസിയോതെറാപ്പി, പീഡിയാട്രിക് ഫിസിയോതെറാപ്പി, OBG, gynecology based ആയിട്ടുള്ള ഫിസിയോതെറാപ്പി. ദെൻ വി ഹാവ് പ്രോഗ്രാംസ് ഇൻ ഹാൻഡ് റീഹാബിലിറ്റേഷൻ. ഐ ആക്ച്വലി ആം എ ഹാൻഡ് തെറാപ്പിസ്റ്റ്. ഞാൻ ചെയ്തത് പോസ്റ്റ് ഗ്രാജുവേഷൻ 2-year ഡിഗ്രി ഇൻ ഹാൻഡ് റീഹാബാണ്. പിന്നെ അതുപോലെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ട്. എവ്രിബഡി, നമുക്ക് ഏതൊരു ഹോസ്പിറ്റൽ സെക്ടർ എടുത്താലും ഇതെല്ലാം വർക്കപ്പ് ചെയ്യാനുള്ളവരുണ്ട്. ജെറിയാട്രിക്സിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നവരുണ്ട്. സോ വി ആർ അറൗണ്ട് 7 to 8 സ്പെഷ്യലൈസേഷൻസ്. അപ്പം എവ്രിബഡി ഈസ് ഫോക്കസ്ഡ് ഓൺ ഇപ്പം കാർഡിയാക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് CABG പേഷ്യൻറ്റിന് കൊടുക്കേണ്ട പ്രോട്ടോകോൾ സെറ്റ് ചെയ്യാൻ വി ഹാവ്. ഒരു പൾമണറി അല്ലെങ്കിൽ ഒരു ലങ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻറ്റിന്, സോ അവർക്കൊരു കാർഡിയോ റെസ്പിറേറ്ററി കണ്ടീഷൻസ് സ്പെഷ്യലൈസ് ചെയ്ത ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. അതേ ടൈമിൽ ഇപ്പോൾ ഒരു ഗ്രോയിൻ ഇഞ്ചുറി, ഒരു സ്പോർട്ടിങ് ഇഞ്ചുറി വന്ന ഒരു പേഷ്യൻറ്റ്, സ്പോർട്സ് തെറാപ്പിസ്റ്റാണ് കൂടുതൽ അവരുമായിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഇറ്റ് വേരീസ്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ ഇപ്പം വി ആർ ഏബിൾ ടു പ്രൊവൈഡ്. എൻ്റെ കൂടെ എൻ്റെ ടീമിലുള്ള മെമ്പേഴ്സ് തന്നെ വി ഹാവ് ആക്ച്വലി ഏരിയാസ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. ഇപ്പം just like how you super specialize in most of the departments, yes, they have now started super specializing in physiotherapy. Exactly. Ipam my team members, I've got someone who has done specialization in orthopedics under, പിന്നെ ന്യൂറോളജി, പീഡിയാട്രിക്സ് ഉണ്ട്. ആൻഡ് ഐ ഹാവ് എ ഗേൾ അക്ഷയ, ഷീ ഈസ് ഡൂയിങ് പെൽവിക് ഹെൽത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻകോണ്ടിനൻസ് പോലത്തെ ഇഷ്യൂസ്, വിമൻ അൺഏബിൾ ടു കൺട്രോൾ ദെയർ ബ്ലാഡർ, ഇതിനൊക്കെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ഫിസിയോതെറാപ്പി സർവീസസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത്രയും നിഷ് ഏരിയാസ് വരെ വർക്കപ്പ് ചെയ്യുന്നുണ്ട്. ഐ കോമൺലി സീ എ ലോട്ട് ഓഫ് പ്ലാസ്റ്റിക് സർജറി പേഷ്യൻസ്. ഇവിടെ ഡോക്ടർ ശ്രീലാൽ, ഹി ഡസ് ഫെൻറ്റാസ്റ്റിക് ഹാൻഡ് സർജറീസ്.
വളരെ മൈന്യൂട്ടായിട്ടുള്ള ടെൻഡൻ ഇഞ്ചുറീസ് 4-5 hours സർജറീസ് ഫുള്ളി ചെയ്യുമ്പോൾ വി ആക്ച്വലി മേക്ക് ദം മൂവ് ദ ഹാൻഡ്. ഓക്കെ, ആൻഡ് ദാറ്റ് റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ സെറ്റ്. പിടിച്ചൊരു വലിച്ച പൂഞ്ഞ് കയ്യിലിരിക്കും. ഓക്കെ, സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഹൗ ടു പ്രൊസീഡ് വിത്ത് ദാറ്റ്. ഏതാണ് ഏറ്റവും മോസ്റ്റ് റീസെൻറ്റ് പ്രോട്ടോകോൾ, ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ സർജൻ, ഓക്കെ ക്യാൻ വി ഗോ ഹെഡ് വിത്ത് ദിസ്. അപ്പം ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ഫിനെസ്. അതുപോലെ ഓർത്തോപെഡിക്സിലാണെങ്കിൽ ഡോക്ടർ ഹരി ഈസ് ദെയർ, ഹി ഡസ് എ ലോട്ട് ഓഫ് ഷോൾഡർ ആർത്രോസ്കോപ്പിക് സർജറീസ്. അപ്പം ഷോൾഡർ സർജറീസ് വരുമ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടൊരു പ്രോട്ടോകോൾ എടുത്തൊരു 6 to 9 months വരെ വി ആർ ഇൻ ടച്ച് വിത്ത് ദ പേഷ്യൻ്റ് ആൻഡ് ദ സർജൻ എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ഒക്കെ ഷോൾഡർ സർജറി ചെയ്യുന്ന ഒരാളുടെ ഹാൻഡ് ഫംഗ്ഷൻ തിരിച്ച് റീഗെയിൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ദ എമൗണ്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദേ ഫീൽ ആൻഡ് റിട്ടേൺ ടു വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പം ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ഫിനെസ്. എല്ലാവരും പറയാറുണ്ട് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി കൂടെ വി ക്യാൻ മേക്ക് ദ പേഷ്യൻറ്റ് ഓൾ റൈറ്റ്. അപ്പം അത് ഹൗ മച്ച് ഓഫ് ദാറ്റ് ഇസ് ആക്ച്വലി ട്രൂ യു തിങ്ക്? ഇത് വളരെ ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് വീഡിയോസിലും സർജറി ഇല്ലാതെ പിടിച്ചിട്ട് ശരിയാക്കി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഒരൊറ്റ സെഷൻ കൊണ്ട് നടുവേദന മാറ്റി. സോ ഇതിൽ ഒരിക്കലും നമുക്ക് ഒരു ഏരിയയും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു 70-year-old ഒരു അമ്മ വരുന്നു, അമ്മയുടെ കാല് നല്ല ബെൻഡായിട്ടിരിക്കുകയാണ്, ബോ ലെഗ്സ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു 60 years ഒരു ബോ ലെഗ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് വരുന്നു. ഒരു കാരണവശാലും ഫിസിയോതെറാപ്പി ചെയ്ത് ഈ കാല് നമുക്ക് നൂത്തെടുക്കാൻ പറ്റില്ല. Nobody can do that. ഇപ്പം ഷീ ഈസ് ഫങ്ഷണലി ആക്റ്റീവ്, എനിക്ക് സ്റ്റെപ്പ് കയറാം, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഷി ഡസൻറ്റ് ഹാവ് ടു തിങ്ക് അബൌട്ട് സർജറി. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, മൈ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് ഡൗൺ. ഇഫ് ഷീ കംസ് ഫോർ 3 months or 6 months ഓഫ് ഫിസിയോതെറാപ്പി, എനിക്ക് ആ കാല് നൂത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ പോയി നമ്മൾ ഇങ്ങനെ വർക്കപ്പ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഐ വുഡ് സ്ട്രോങ്ലി റെക്കമെൻഡ് ദേ മീറ്റ് വിത്ത് എൻ ഓർത്തോപെഡിക് സർജൻ. അപ്പം അതുപോലെ ACL ഇഞ്ചുറീസിനെ സംബന്ധിച്ചിടത്തോളം we have young people who come to us with ACL injuries and they want to be an athlete. അവർക്ക് ഫുട്ബോൾ കളിക്കണം, ഇങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ സർ ഇങ്ങനെ ഒരു സ്റ്റഡി വന്നു, ACL ഇഞ്ചുറി വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹീലാവും. ഞാനത് ഗൂഗിളിൽ കണ്ടു. അപ്പോൾ ഇത് എൻ്റെ തന്നെ ഹീലാവില്ലേ, സർജറി വേണോ? ദിസ് ഇസ് എ കോമൺ ക്വസ്റ്റ്യൻ കം ഔട്ട് ആൻഡ് ലോട്ട് ഓഫ് ഫിസിയോസ് വുഡ് സേ ഇല്ല, ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലെല്ലാം ഞാൻ പറയുന്നത്, ഇപ്പം നമ്മുടെ ഡോറിൻ്റെ ഹിഞ്ചസ് ഉണ്ട്. ഓക്കെ, ഈ ഹിഞ്ചസ് എപ്പോഴെങ്കിലും ലൂസായി കഴിഞ്ഞു, ആ ഡോർ നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 months കഴിയുമ്പോൾ ഇതെന്താ ഈ ഹിഞ്ച് ചീത്തായിരിക്കുന്നത്, നമുക്ക് ശരിയാക്കാം എന്ന് പറയുമ്പോൾ ഫിക്സ് ദ ഹിഞ്ച്. പക്ഷെ തറയിൽ വന്ന സ്ക്രാച്ച് മാറും. ബൈ ഫിക്സിങ് ദ ഹിഞ്ച് നമ്മുടെ ആ സ്ക്രാച്ച് മാറുന്നില്ല, സ്ക്രാച്ച് അവിടെ തന്നെ ഉണ്ട്. അപ്പം ഈ ചെറിയ പ്രായത്തിലുള്ളവർ ഈ ഡാമേജ് ഹാസ് ബീൻ ഡൺ, എന്നിട്ട് അവർ പോയി ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പാർട്ടിക്കുമ്പോൾ ഇറ്റ് റീ ഇഞ്ചേഴ്സ് ദെംസെൽഫ്. സോ ഈ സർജറി ഇല്ലാതെ എന്നുള്ളതല്ല, what is the best thing that can be done for them? ഇപ്പം another guy came in, ഒരു 45-year-old, he is ഒരു ബാങ്ക് ഒഫീഷ്യൽ. പുള്ളിക്ക് ഷോൾഡറിൽ സുപ്രാസ്പൈൻറ്റസ് ഒരു പർട്ടിക്കുലർ റൊട്ടേറ്റർ കഫ് മസിലിൽ ഒരു മൈൽഡ് ടയർ ഉണ്ട്. ഇഫ് ഹി വാസ് എൻ അത്ലീറ്റ് ഡെഫിനറ്റ്ലി സർജറിക്ക് പോകേണ്ട കേസാണ്. സോ ദ ഡോക്ടർ കെയിം ഇൻ, വി ഹാഡ് എ ചാറ്റ് ആൻഡ് അയാളുടെ ലൈഫ് ഗോൾ എന്ന് പറഞ്ഞാൽ മൗസൊക്കെ യൂസ് ചെയ്യണം, എനിക്ക് ഓവർ ഹെഡ് ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട, ഐ എം വെരി ഹാപ്പി ദ വെയിറ്റ് ഇസ് പെയിൻ കുറയ്ക്കാൻ മതി. അയാളെ പിടിച്ച് ഞാൻ സർജറി റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യം ഐ വുഡൻറ്റ് തിങ്ക് സോ. ആൻഡ് ദ ഡോക്ടർ ആക്ച്വലി കൺകേർഡ് വിത്ത് അസ്. ഇയാൾക്ക് സർജറിയുടെ ആവശ്യമില്ല, ഇയാൾ ജാവലിൻ അല്ല എറിയാൻ പോകുന്നത്, ഹീസ് യൂസിങ് എ മൗസ്, അതിൻ്റെ ഒരു മൈൽഡ് ടയർ ആണ്, ഹാപ്പിലി വി വിൽ റീഹാബിലിറ്റേറ്റ്. കംപ്ലീറ്റ് ടയർ ഉള്ള ഒരു 70-year-old അമ്മയാണ് ഇതേ മസിലെങ്കിൽ അപ്പോഴും വി വോണ്ട് ഗോ ഇൻ ഫോർ സർജറി. ബേസിക് ഹാൻഡ് ഫങ്ഷൻ റീഗെയിൻ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇനഫ്. പേഷ്യൻ്റെ ഏജ്, പേഷ്യൻ്റെ ആസ്പിറേഷൻസ്, ഇതെല്ലാം ഫാക്ടർ ഇൻ ചെയ്യും. ജനറിക്കായിട്ട് സർജറി ഇല്ലാതെ നമ്മൾ ശരിയാക്കി എന്ന് പറയുമ്പോൾ എവറിബഡി ജംപ്സ് ഇൻ, ബിക്കോസ് ലെറ്റ്സ് ഫേസ് ഇറ്റ്, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു ക്വിക്ക് ഫിക്സ് എപ്പോഴും ഒരു മേക്ക് സെൻസ്. ഫിസിയോതെറാപ്പിയുടെ ഒരു ചാലഞ്ചും എന്നെ സംബന്ധിച്ചോളം അവിടെയാണ്. ഇപ്പം ആയുർവേദ പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നവരിൽ ഭൂരിഭാഗം പേരും എണ്ണത്തോണി പോയി കിടക്കും, നീ എന്തെങ്കിലും ചെയ്യടേ എനിക്ക് വേദന മാറിയാൽ മതി. ബട്ട് ആർ യു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ്? അങ്ങനെ വരുമ്പോഴാണ് ഫിസിയോതെറാപ്പി കംസ് ഇൻ. നമ്മുടെ റോള് ഒരു 30%, 70% ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പേഷ്യൻറ്റ്, അതാണ് വേണ്ടത് അവിടെ. അത് ചെയ്യാതെ പേഷ്യൻ്റ് ഫുൾ ടൈം ചെയിൻ ടു ദ ബെഡ് എന്ന് പറയും, ബെഡിൽ കയറത്ത് നമ്മൾ കുറേ മെഷീനൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു ടെമ്പററി പെയിൻ റിലീഫ് ചിലപ്പോൾ വർക്കാവും, മെഷീൻസ് ഒക്കെ വർക്കാവും, ഡെഫിനറ്റ്ലി പെയിൻ റിലീഫ് കിട്ടും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദം? തിരിച്ച് അവർ പോയി വർക്ക് ചെയ്യാനോ എണീച്ച് പോകാനോ ഈ ബെഡും കൊണ്ട് പോകാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ചാലഞ്ച്. സോ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഒരു ലെവലിലോട്ട് ഫിസിയോതെറാപ്പി എലിവേറ്റ് ചെയ്യുമ്പോഴാണ് പല പേഷ്യൻസ് അയ്യോ ഇതൊക്കെ ഇച്ചിരി പാടല്ലേ, എന്നാൽ ക്വിക്ക് ഫിക്സ് എന്തെങ്കിലും ഉണ്ടോ, ഒരു ഗുളികയുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഏതോ ഒരു കക്ഷിയുണ്ട് പിടിച്ചിടുന്നത്, ഈ ത്രോട്ട് പ്രോസസ്സിലോട്ട് പോകുന്നു.
ഇപ്പം കുറേ കേൾക്കുന്നുണ്ട് നമ്മൾ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി എന്ന്. സോ ക്യാൻ യു ജസ്റ്റ് ടെൽ us what is that and what do you cover in that? പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ 2 years ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത് വരുന്നവരാണ് കൂടുതലും പീഡിയാട്രിക് തെറാപ്പിസ്റ്റ്. അതല്ലാതെ തന്നെ സീനിയേഴ്സ് വളരെയധികം പേരുണ്ട്. ദേ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഫീൽഡ് ഫോർ എ ലോട്ട് ഓഫ് ടൈം. മെയിൻലി അവർ ഹാൻഡിൽ ചെയ്യുന്നത് മൈൽ സ്റ്റോൺ ഡിലേസ് ഉള്ള കുട്ടികൾ. അതായത് ഇത്ര മന്ത്സിൽ കുട്ടികൾക്ക് തലയുറയ്ക്കണം, നടന്നു തുടങ്ങണം, അല്ലെങ്കിൽ കമരണം, ഇങ്ങനത്തെ ഓരോ മൈൽ സ്റ്റോൺസ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. ആ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പല കാരണങ്ങൾ കൊണ്ടാവാം. ഇറ്റ് കുഡ് ബി ലോട്ട് ഓഫ് റീസൺസ്. അപ്പം അതിനെ ഓവർകം ചെയ്യാനും ആ മൈൽ സ്റ്റോൺസിൻ്റെ ട്രാക്കിലോട്ട് കറക്റ്റായിട്ട് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. സോ ഡെവലപ്മെൻറ്റൽ ഡിലേസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറിബ്രൽ പാൽസി പോലത്തെ കണ്ടീഷൻസ്, CP അതുപോലത്തെ കണ്ടീഷൻസിനെ ഹാൻഡിൽ ചെയ്യുക. പിന്നെ പീഡിയാട്രിക്സിൽ തന്നെ ഫോൾസ് ആൻഡ് ഫ്രാക്ചേഴ്സ് ആർ വെരി കോമൺ തിങ്. അതിൽ നിന്നുള്ള റിക്കവറി. ഒരു അഡൾട്ടിൻ്റെ കൈ ഞാൻ പിടിച്ച് വലിക്കുന്നത് പോലെ എനിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ കൈ ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇറ്റ് നീഡ്സ് സ്പെഷ്യലൈസ്ഡ് കെയർ, ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് ടൈം, പേഷ്യൻസ്. ചിലപ്പം വരുന്ന കുട്ടിക്ക് എനിക്കിന്ന് മൂടില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞിരുന്നാലും ഇരിക്കും. അപ്പം വി കാൺട്ട് ആക്ച്വലി ഗീവ് ദം എ ട്രോമറ്റൈസിങ് എക്സ്പീരിയൻസ് ഇൻ ഫിസിയോതെറാപ്പി. വി ഹാവ് ടു ടേക്ക് അവർ ടൈം വിത്ത് ദം. We have to coddle them into doing stuff. And pediatrics മാത്രമല്ല, adolescent age ഗ്രൂപ്പിലും we do a lot of stuff. For example, ഇപ്പം സംതിങ് we are working on in Medifort, എൻ്റെ ടീമിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോളിയോസിസ് ആണ് ഒരു ഏരിയ. ഇഡിയോപ്പതിക് അഡോളസൻറ്റ് സ്കോളിയോസിസ് എന്ന് പറയും. I tell the kids, adolescent means teen. സ്കോളിയോസിസ് എന്ന് പറയുന്ന സ്പൈൻ എസ് പോലെ വളഞ്ഞു വരുന്നത്. ഇഡിയോപ്പതിക് ബിക്കോസ് we are idiots, we don't know what is scoliosis, why it comes. പലപ്പോഴും ഒരു 10 to 17 ഏജ് ഗ്രൂപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനായത്. Tantrum as such, നമുക്ക് എല്ലാവർക്കും അറിയാം, Tantrum has a lot of IT crowd. So there's a lot of problems that they're facing since എല്ലാവരും ഇരുത്തിട്ടാണല്ലോ അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലും പ്രോബ്ലംസ് വരുന്നത് is either through the neck or from the back. So what do you think, how do you think you can tackle that? Sitting is the new smoking. Okay, sitting is more dangerous than smoking എന്നാണ്. Conventional wisdom is you go to Google, what is the best posture? And you see Dr. Google telling you കാലിങ്ങനെ നേരെ വെച്ച് 90 ഡിഗ്രിയിലിരുന്ന് ആൻഡ് കണ്ണ് നമ്മുടെ സ്ട്രെയിറ്റ് കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ മുകളിലായിരിക്കണം. ഈ ഒരു ഡയഗ്രാമുണ്ട്. 20 വർഷം മുമ്പ് അതേ ഡയഗ്രാമാണ്, ഇപ്പോഴും അതേ ഡയഗ്രാമാണ്. ആൻഡ് ദ മോസ്റ്റ് റീസെൻറ്റ് റിസർച്ചസ്, ദർ ഇസ് നോ വൺ പോസ്ചർ. ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട് നോൺസെൻസ് എന്നാണ് പറയുന്നത്. ബിക്കോസ് വി ഹവ് ഗോട്ട് സോ മെനി ജോയിൻറ്റ്സ്, ഇറ്റ് ഈസ് മെന്റ് ടു മൂവ്. സോ യു ഹാവ് ടു കീപ് മൂവിങ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് പോസ്റ്റർ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് യുവർ നെക്സ്റ്റ് പോസ്റ്റർ. ചാലഞ്ച് ഇസ് നോട്ട് ബിക്കോസ് ദേ ആർ സിറ്റിംഗ് ആൻഡ് ഡൂയിങ് ദെയർ ജോബ്സ്, ദേ ആർ ഒബ്സസീവ്ലി കമ്പൽസീവ്ലി ഡൂയിങ് ഇറ്റ്. ഒരേ ഇരിപ്പിരിക്കുകയാണ്, ഒരു കോഡ് എഴുതി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ടൈം നോക്കുമ്പോഴേക്കും യു വിൽ ബി സിറ്റിംഗ് ദെയർ ഫോർ 4 hours. ആ ഒരു ഹാബിറ്റാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു എന്താ പറയുന്നത് എർഗണോമിക് ഡിവൈസസിൻ്റെ പുറകെ പോകുന്ന ഒരു കാര്യമില്ല. ഇറ്റ്സ് എ $1 billion ഇൻഡസ്ട്രി, എർഗണോമിക് ഡിവൈസസ്, കീപാഡ് വെക്കാനുള്ള സാധനം. ആൻഡ് ചെയർ ഇപ്പോൾ തന്നെ ദർ ആർ ലോട്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ഗോയിങ് അറൗണ്ട്. ആ ചെയർ, ഈ ചെയർ ഇങ്ങനെ സപ്പോർട്ട് തരും, നമുക്ക് അങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, ലംബാർ സപ്പോർട്ട് ഇവിടെ വരും. But essentially, you sit, you stand, you sit in a bean bag. It really doesn't matter. What matters is you keep moving every half an hour, 45 minutes. Just get up, maybe grab a sip of water. That's enough. പക്ഷേ വേദന വന്നതിന് ശേഷം വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. വേദന വരുമ്പോൾ then you need assistance. When should you seek assistance എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a lot of red flags. You can't feel your hand. You feel numbness. റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ പോലും ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഹാർട്ടാണെന്ന് പേടിച്ച് ഓടിപ്പിടിച്ച് വരുന്നവർ ഇഷ്ടം പോലെയുണ്ട്. ബട്ട് ദെൻ ഇന്നബിലിറ്റി ടു മൂവ് യുവർ നെക്ക്. ഐവ് ഗോട്ട് എ ക്രിക്ക് ഓൺ മൈ നെക്ക് എന്ന് പറയും. ദേ സൗണ്ട് എ ബിറ്റ് പോഷ് വെൻ ദേ സേ ദാറ്റ്, ബട്ട് എസെൻഷ്യലി കഴുത്ത് തിരിയുന്നില്ല, പെഡലി. സോ ദാറ്റ് ഹാപ്പൻസ് എ ലോട്ട് ഓഫ് ടൈംസ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പോകാൻ ഈ സ്പാസംസ് വരുന്നത് പലപ്പോഴും ഡീഹൈഡ്രേഷൻ ഇസ് എ ഫാക്ടർ. ഒരേ പോസ്റ്ററിൽ തന്നെ ഇരിക്കുന്നത് ഒരു ഫാക്ടറാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഡെബിലിറ്റേറ്റിംഗ് ഫോർ എസ്പെഷ്യലി ദ യങ് IT ക്രൗഡ്. ഒരു പേടിച്ചു, ഡിസ്ക് അടിച്ച് പോയോ, ഡിസ്കൊക്കെ അവിടെ തന്നെ ഉണ്ടോ. ആൻഡ് എ ലോട്ട് ഓഫ് ദീസ് വീഡിയോസ് ആർ ദർ, കഴുത്ത് പിടിച്ചിടുന്നതും. അപ്പം അത് കാണുന്നത് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പലരും നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് പിടിച്ചിട്ട് ശബ്ദം കേൾപ്പിക്കാൻ ആ ഒരു എന്തോ ഒരു ക്യൂരിയോസിറ്റിയാണ്. ബട്ട് എസെൻഷ്യലി അത്രയും വരെ ഒന്നും മോശമാവേണ്ട കാര്യമില്ല. യു ഫോളോ ദീസ് സിമ്പിൾ റൂൾസ്, a lot of things will change in your life. എല്ലാവരും ചോദിക്കാറുണ്ട് സ്ലിപ്പ് ഡിസ്ക് എന്താണെന്ന്. സോ ഡസ് യുവർ ഡിസ്ക് ആക്ച്വലി സ്ലിപ്പ്, or what is the treatment that you can do
to overcome that? പലപ്പോഴും ഇതൊരു എന്താ പറയുന്നത്, ഒരു ഡോക്ടേഴ്സ് ഡയഗ്നോസിസ് അല്ല സ്ലിപ്പ് ഡിസ്ക്. ഇത് പലപ്പോഴും പേഷ്യൻ്റ് സൈഡ് ഡയഗ്നോസ് ആണ്. ഇന്ന് രാവിലെ സ്ലിപ്പ് ആയി, ഡിസ്ക് സ്ലിപ്പായി, എണീച്ചപ്പം ഡിസ്ക് സ്ലിപ്പായി. അപ്പം എവിടെ സ്ലിപ്പായി എന്നാണ് എൻ്റെ വായിൽ ആദ്യം വരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ടെർമിനോളജി തന്നെ ഒരു കാറ്റസ്ട്രഫൈസേഷൻ, അതായത് എന്തോ ഒന്ന് ഔട്ട് ഓഫ് പ്ലേസ് ആയി ആൻഡ് ഇറ്റ് ഡെസ്പറേറ്റ്ലി നീഡ്സ് ടു ബി ഫിക്സ്ഡ് ബൈ പുട്ടിങ് ഇറ്റ് ബാക്ക് ഇൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രേസിൻ്റെ കോയിനിങ് വരുന്നത് തന്നെ. എസെൻഷ്യലി നമ്മുടെ ഈ നട്ടലെന്ന് പറയുന്ന വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഇടയിലുള്ള ചെറിയൊരു റൗണ്ട് ഡിസ്ക് ആണ് ഈ ഇൻഡുവെർട്ടിബിൾ ഡിസ്ക്. ഇത് ഓൾമോസ്റ്റ് 90% വാട്ടറാണ്. ഇറ്റ്സ് ഗോട്ട് എ ഹാർഡ് ഷെൽ ആൻഡ് അകത്തുള്ള ഒരു ജെലാറ്റിനസ് സ്ട്രക്ചർ പോലത്തെ ഒരു സാധനമാണ്. അപ്പം ഈ കക്ഷി ലോട്ട് ഓഫ് പ്രൊലാപ്സ് ഉണ്ടാവാറുണ്ട്, സെക്വസ്ട്രേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം പൊട്ടും, പ്രസ്സാവും, ഒരു സൈഡിലോട്ട് തള്ളി വരാം, തീക്കൽ ഇൻഡൻറ്റേഷൻ വരാം. ഇതെല്ലാം നോർമലായിട്ട് ഒരു ഡിസ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് എ പാർട്ട് ഓഫ് ദ ഏജിങ് പ്രോസസ് ഓൾസോ. ഇപ്പോൾ ഏജിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓക്കെ ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ ഡിസ്ക് അടിച്ച് പോവുമായിരിക്കും. 20 years, that's it. After 20, everybody starts with the aging process. അപ്പം ഒരു ചുമ്മാ നടക്കുന്ന ഒരാളുടെ MRIയോ എക്സ്റേ എടുത്ത് നോക്കിയാലും ചെറിയൊരു ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ഉണ്ടാവാം. ഇറ്റ് ഡസൻറ്റ് റിയലി മീൻ ദാറ്റ് വിൽ ബി ദ കോസ് ഓഫ് യുവർ പെയിൻ. സയൻറ്റിഫിക്കലി അതിന് എവിഡൻസ് ഇല്ല. പക്ഷേ അപ്പോൾ ഈ സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഇറ്റ് ഈസ് നോൺ എക്സിസ്റ്റൻറ്റ്. പ്രൊലാപ്സ് അല്ലെങ്കിൽ പ്രൊട്രൂഷൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഡിസ്ക്സ് ഡു നോട്ട് സ്ലിപ്പ്. ബാക്ക് പെയിൻ ആയിട്ട് വരുന്ന പലരും ഇതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, you have a back pain and it is radiating. You Google it, radiating back pain, IVDP, intervertebral disc prolapse. ഇതാണ് ആദ്യം കാണുന്ന സാധനം. അപ്പം അപ്പോഴേ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആയി, ഓക്കെ ഇത് ഡിസ്ക് കൊണ്ടുള്ള എന്തോ പ്രശ്നമാണ്. സെക്കൻഡ് തിങ് യു ഡു ഇസ് ഡോക്ടറിനെ കാണാൻ പോകും. ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ സാർ എനിക്കിങ്ങനെ പെയിൻ ഉണ്ട്, കാലിലോട്ട് റേഡിയേറ്റ് ഉണ്ട്. നമുക്ക് നോക്കാമെന്ന് ഡോക്ടർ പറയുന്നില്ല, നമുക്കൊരു MRI എടുക്കാം. അതാണ് പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ്. സോ ദേ വോണ്ട് ടു ടേക്ക് എ വെരി എക്സ്പെൻസീവ് ഫോട്ടോഗ്രാഫ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. So then they get the photograph. So what does the photograph show? Okay, ഡിസ്ക് എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാം. ഉണ്ടാവുമെങ്കിൽ ഓക്കെ, അപ്പം ഓക്കെ ഇതാണ് എൻ്റെ പ്രശ്നമല്ലേ, ഇതാണ് പ്രോബ്ലം. ആൻഡ് അവിടുന്ന് വെദർ ദ ഡിസ്ക് ഇസ് കോൺട്രിബ്യൂട്ടിങ് ടു ദ പെയിൻ ഓർ നോട്ട്, ദ പേഷ്യൻറ്റ് ഇസ് ഡീംഡ് ഡിസ്ക് പേഷ്യൻറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ലൈഫ്. കുനിയല്, നെവറില്, വെയിറ്റ് എടുക്കരുത്, കുഞ്ഞിനെ എടുക്കരുത്, ബാഗ് എടുക്കരുത്. ആൻഡ് ദേ ഹാവ് ബീൻ ഡീംഡ് ആസ് എ ഡിസേബിൾഡ് പേഴ്സൺ by not themselves or the doctor, but the rest of the community itself. എല്ലാവരും കൂടെ തീരുമാനിക്കും അവനെ ഡിസ്ക് വയ്യാത്ത കുട്ടി, അവനൊന്നും ചെയ്യേണ്ട. ഇൻട്രസ്റ്റിംഗ്ലി സയൻറ്റിഫിക് സ്റ്റഡീസ് ഹാവ് ഷോൺ 5% ഓഫ് യുവർ പെയിൻ ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഡിസ്ക്. ബാക്കി 95% ആൾക്കാർക്കും വി കോൾ ഇറ്റ് നോൺ സ്പെസിഫിക് ലോ ബാക്ക് പെയിൻ ഓർ മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ. വി റിയലി ഡോണ്ട് നോ വൈ ഇറ്റ് ഹാപ്പൻസ്. അങ്ങനെയുള്ളൊരു സിനോറിയോ ആണ് നമ്മൾ എല്ലാത്തിനെയും ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് സ്ലിപ്പ് ഡിസ്ക് എന്നതിലോട്ട് പോകുന്നത്. someone comes to us with back pain, we have a lot of treatment strategies. പല സ്കൂൾസ് ഓഫ് തോട്ട്സ് ഉണ്ട് പെയിൻ മാനേജ്മെൻറ്റിന്. ഇപ്പം പേഴ്സണലി ഞാൻ ഒരു കൈനറ്റിക് കൺട്രോൾ, മൂവ്മെൻറ്റ് കൺട്രോൾ, മോട്ടോർ കൺട്രോൾ എന്നൊക്കെ പറയുന്ന ആക്ടിവിറ്റീസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും നെർവിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരാം. ആ നെർവ് ഓഫ് കോഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം ദ സ്പൈനൽ കോഡ്. അപ്പം ആ നെർവിനെ തന്നെ വി ഡു എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് കോൾഡ് നെർവ് ഫ്ലോസിംഗ് എന്ന് പറയും. നെർവ് ഫ്ലോസിങ് എക്സസൈസസ് ആർ വെരി സിമ്പിൾ. നമുക്ക് നെർവിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇപ്പം മസിലിനെ സ്ട്രെച്ച് ചെയ്യുന്നത് മസിലിൻ്റെ ആക്ഷൻ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ച് വലിച്ചാൽ സ്ട്രെച്ച് ആവും. അതേ മെത്തഡോളജി വെച്ച് നെർവിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോയി നെർവിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും ഇൻ എ വെരി ജെൻറ്റിൽ മാനർ. ആൻഡ് ദാറ്റ് ഹെൽപ്സ് വിത്ത് എ ലോട്ട് ഓഫ് ന്യൂറോളജിക്കൽ പെയിൻ. So I do go to the gym alle. Appo a lot of people I see them doing a lot of deadlifting. So what do you have to say about that? And does it actually hurt your back or does it strengthen your back? ഈ ഡെഡ്ലിഫ്റ്റ് is one of the simplest complex exercise because barbell based exercises are all complex activities. അപ്പം ഹെഡ് ടു ടോ വർക്ക് ആവുന്ന ഒരു സംഭവമാണിത്. ഈ ഡെഡ് ലിഫ്റ്റ് എന്ന് തന്നെ പോകുമ്പോൾ തന്നെ ഫോം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പേഴ്സണലി ഞാൻ ഈ മാർക്ക് ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അയാളുടെ ഒരു ഫാനാണ് ബിക്കോസ് ഹിസ് ടേക്ക് ഓൺ ബയോമെക്കാനിക്സ് ഓഫ് ഡെഡ് ലിഫ്റ്റ് ഇസ് ഫാൻറ്റാസ്റ്റിക്. അപ്പം ഹാൻഡ് പൊസിഷൻ, ഫുഡ് പൊസിഷൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കാലിൽ രണ്ടും സ്ട്രെയിറ്റ് പോയിൻറ്റഡ് ഫോർവേഡ്സ് ആണ് വയ്ക്കുന്നത്. അങ്ങനെ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അധികം സ്ക്വാട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഹിപ്പിൻ്റെ എക്സ്റ്റേണൽ റൊട്ടേഷൻ ചെയ്യില്ല. ഇപ്പോൾ കാല് കുറച്ചൊരു 5 degrees വെളിയിലോട്ട് വെച്ച് ചെയ്യണം. അപ്പോൾ ദേ ഗെറ്റ് ടു സ്ക്വാട്ട് ഡീപ്പർ. എന്നിട്ട് നീസ് ഫോർവേഡ്, നീസ് ബാക്ക്വേർഡ്. ഇത് ജിം എന്തൂസിയാസ്റ്റ് കേട്ടാൽ ചിലപ്പോൾ എനിക്ക് ഇടിയുള്ളൂ. കാര്യം നീസ് എപ്പോഴും ലൈനിലായിരിക്കണം എന്നൊരു തോട്ടുണ്ട്. അപ്പം വിച്ച് പാർട്ട് ഡു യു വോണ്ട് ടു ലോഡ്?
ലോവർ ലിംസ് ആണോ കൂടുതൽ ലോഡ് ചെയ്യേണ്ടത്, അതോ ലോ ബാക്ക് ആണോ ലോഡ് ചെയ്യുന്നതനുസരിച്ച് ഫോം ഇതെല്ലാം മാറും. ഐഡിയലി ഇഫ് ഇറ്റ് ഈസ് എ സേഫ് എക്സസൈസ് പ്രൊവൈഡഡ് യു ടേക്ക് ദ റൈറ്റ് ട്രെയിനിങ്, ദ റൈറ്റ് ഫോം, ഇറ്റ് ഈസ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ്. അതിനൊക്കെ പുറമെ ഇഫ് യു ആർ ഗോയിങ് എബവ് യുവർ ബോഡി വെയ്റ്റ്, ഡെഫിനറ്റ്ലി യു നീഡ് ടു യൂസ് എ ബെൽറ്റ്. ആ ഒരു അബ്ഡോമിനൽ ബെൽറ്റ് എല്ലാം വേണം എബവ് യുവർ ബോഡി വെയ്റ്റ് പോകുന്നുണ്ടെങ്കിൽ. പിന്നെ പ്രോഗ്രഷൻ, വീക്കെൻഡ് വാരിയേഴ്സ് എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു വർക്ക് ലോഡാണ്. ആഴ്ച ഫുള്ള് വർക്ക് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നിക്കർ ഇട്ടുകൊണ്ട് പോയി ജിം വർക്കൗട്ട് അല്ലെങ്കിൽ ടെന്നീസ് അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാൻ പോകും. ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസും അവർക്കാണ് വരുന്നത്. ബിക്കോസ് ദെയർ ഇസ് നോ പ്രിപ്പറേഷൻ. ഷോട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്നാണ് വിചാരം. ഇവരെല്ലാവരും പോയി ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് ഒരു 6 hour മാച്ചൊക്കെ കളിച്ചിട്ട് വരും. ദേ കം വിത്ത് എൻ ഇഞ്ചുറി. ഐ എം വെരി ഹാപ്പി. ഓക്കെ, ബിക്കോസ് ദെർ ഇസ് നോ പ്രിപ്പറേഷൻ, ദെർ ഇസ് നോ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്. They don't really work for the game. They just want to vent out whatever it is. Mentally they'll be strong, but physically they will get an injury. ഈ പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ പോലും he works out in the gym. He actually prepares himself for a small game also. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഈ ഇഞ്ചുറി വരുന്നതാണ്. How long do you think they have to keep working out per week? I would say ideally three workout sessions. If they are hitting the gym 3 days a week, does fantastic. It does wonders. 150 minutes ആണ് ഐഡിയൽ വീക്ക്ലി വർക്കൗട്ട് ലോഡ് പറയുന്നത്. And what is one exercise that you always support for your patients to do? That is a very, very tough question to ask because I don't see patient-centered care is the key to treatment. I see it as person-centric care when it comes to physiotherapy. Both are different things, but both are right also. Patient comes to me with back pain, but the person him wants to do expeditions and mountain trekking. Okay, I have to treat that guy. Same age, same sex guy comes to me. I just want to commute to my work and come back. I can't give him the same set of exercises. So it changes the whole perspective. So patient-centric care and a hospital setup is very important. But in physiotherapy, it is always person-centric. That gives them the extra. That gives me the extra edge. That's what I excel in, I guess. Can physiotherapy help with patients who are having or suffering from arthritis? Absolutely. From rheumatic arthritis ആണെങ്കിൽ the biggest challenge for them is hand. പലർക്കും hand deformities, small joint deformities വരും. Hand is actually one of the key areas. പലപ്പോഴും ആ ഡിഫോമിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. സോ വി ട്രൈ ടു കീപ് ദ മൊബൈൽ ആൻഡ് ഡിഫോമിറ്റിയുടെ പ്രോഗ്രഷൻസ് ആദ്യമേ സ്റ്റോപ്പ് ചെയ്യും. വൺസ് യു ആർ ഡയഗ്നോസ് വിത്ത് RA, ഈ ഡിഫോമിറ്റി സെറ്റിൻ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുകയല്ല. ഇപ്പം ദോസ് ഹു വാച്ചിങ് മീ, യു ഷുഡ് ട്രൈ സാറാസ് പ്രോട്ടോക്കോൾ. SARAH സാറാസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഹാൻഡിന് വേണ്ടിയുള്ള റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് വേണ്ടിയുള്ളവർക്കുള്ളത്. ഇറ്റ്സ് ബേസിക് മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇറ്റ് ഇസ് സയൻറ്റിഫിക്കലി പ്രൂവൺ ദാറ്റ് ഈ ഒരു മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ തന്നെ ഹാൻഡ് ഡിഫോമിറ്റീസ് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മെഡിസിൻ. ആ ഒരു മൂവ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് ബിഗർ ജോയിൻസിനെയാണ് എപ്പോഴും എഫക്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി അൺകൺട്രോൾഡ് ആയിട്ട് പോകുമ്പോൾ ഗ്രേഡ് 4 ഒക്കെ എത്തുമ്പോൾ ദേ എൻഡ് അപ്പ് ഇൻ സർജറി. ബട്ട് ഒരു ഗ്രേഡ് 2 ഗ്രേഡ് 3 കിട്ടുന്നവരെ ഒരു പരിധി വരെ വി ക്യാൻ ആക്ച്വലി ബ്രിങ് ഇൻ മോർ ക്വാളിറ്റി ടു ദെയർ ലൈഫ്. ആൻഡ് ആക്ച്വലി വി ഹാവ് someone who is actually in a grade 4. He is in his 70s. Sir wants to play tennis. So our orthopedician, Dr. Advaith, said we can't give him TKR because he wants to continue playing tennis. So what we did was we actually gave him a graded progression. He has been with us for the past 3 weeks. Ipam he is actually able to tell me frankly, I have ഒരു 80% pain relief ഉണ്ട് എനിക്ക്. So we are starting him on squats next week. Grade 4 ആണ് OA. പുള്ളിയുടെ ഗോൾ വേറെയാണ്. So that is where person-centric care comes in. Do you think physiotherapy is a lifelong treatment, or can it be shortened to a few sessions? A good physiotherapist is bad in business. That's what I believe, because more sessions, more money. But ideally, physiotherapy is about independence. Okay. Conventionally, ഇപ്പോൾ പല അതർ ട്രീറ്റ്മെൻറ്റ് ഫോംസ് എടുത്തു കഴിഞ്ഞാൽ ചില ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വർഷത്തിലൊരിക്കൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുത്ത് പോകണം, ദാറ്റ് ഹെൽപ്സ് എന്ന് പറയും. അപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് പലരും ഇപ്പം കുറേ മെഷീൻ ബേസ്ഡ് ഫിസിയോതെറാപ്പി, പാസീവ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ വെച്ചാലും നമുക്കൊരു പരിധി വരെ വേദന കുറയും. അപ്പോൾ അവിടുത്തെ നെറേറ്റീവ് വേദന കുറയും, പക്ഷേ ഇത് ഇങ്ങനെ അങ്ങ് പോവുകയുള്ളൂ, ഒരു 6 മാസത്തിലൊരിക്കൽ ഒരു 5 ദിവസം വന്ന് ചെയ്തോളൂ എന്നുള്ള നെറേറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, എല്ലാവരും അങ്ങനെയല്ല, ബട്ട് ദാറ്റ് ഈസ് ഓൾസോ ദെയർ. അപ്പം where do I draw the line? My belief is we make them independent. ഈ മെഷീൻസ് എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ദം ബാക്ക് ടു
മൂവ്മെൻറ്റ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആ ആക്ടിവിറ്റീസ് അച്ചീവ് ചെയ്ത് അവർക്ക് സെൽഫായിട്ട് ഇത് മാനേജ് ചെയ്യാമെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നോ പേഷ്യൻ വോണ്ട്സ് ടു ഗോ ബാക്ക് ടു പെയിൻ. വേക്കിംഗ് അപ്പ് വിത്ത് പെയിൻ ഇസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ്സ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു യു. ആ പെയിനെ അവർ ഓവർകം ചെയ്യാൻ give them faith in movement and exercise, get them back to a pain-free life, they'll stick to it. So it really doesn't have to be a lifelong experience. Can physiotherapy help new moms? Absolutely. ഇപ്പം ന്യൂ മോംസ് എന്ന് പറയുമ്പോൾ they go through a lot of things, physically, mentally, a lot of things change. ഇപ്പം നമ്മുടെ ഒരു പ്രൈം ഏരിയ, if it's a normal delivery, one of the key areas we work with feeding techniques. We have to teach them what is the right feeding technique. Of course, lactation consultants and doctors do a big role in it, but our focus is on how they keep their shoulders. I mean, a lot of moms we have seen, ഈ സൊസൈറ്റിയിൽ നോംസും കൂടെയാണ്, പലരും വളരെയധികം ബെൻഡ് ഓർ ദേ കർവ് അപ്പ് ലൈക്ക് എ ബോൾ വെൻ ദേ ആർ ഫീഡിങ് ദർ ബേബി. ഓക്കെ, അത് ഒരു പിയർ പ്രഷറോ സൊസൈറ്റി ഇതോ ഒക്കെ ആണെന്ന് നമുക്ക് പറയാം. ബട്ട് വി ഹാവ് ടു ടീച്ച് ദം ടു സിറ്റ് സ്ട്രേറ്റ്. We have to teach them to use a pillow underneath the baby so they can sit straight and feed the baby. അപ്പം ആ ഷോൾഡർ മസിൽസിനെ വല്ലാതെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ഇതേ പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി കോസിങ് എ ബിഗ് ലോഡ് ഓൺ ദം. ഇറ്റ് നോട്ട് ജസ്റ്റ് ഈ ഒരു അപ്പർ ബാക്ക് മസിൽസിന്റെ പെയിൻ മാത്രമല്ല, ബിക്കോസ് ദേ ആർ ഫീഡിങ്, ലാക്ടേറ്റിംഗ് ആയിട്ടൊരു അമ്മയാകുമ്പോൾ അപ്പർ ബോഡി വെയിറ്റ് ഓൺ ദ ഫ്രോണ്ടൽ സൈഡ് വളരെ അധികം ചേഞ്ചസ് വരും ബിഫോർ ദേ ആർ പ്രഗ്നന്റ് ടു ആഫ്റ്റർ പ്രഗ്നൻസി. അപ്പം ഫീഡിങ് ആണ്. അപ്പം അങ്ങനെ വരുമ്പം ആ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ അപ്പർ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് ഇതുപോലത്തെ കാര്യങ്ങൾ കൊടുക്കാം. കമ്മിങ് ടു ദ ലോവർ ബോഡി, അബ്ഡമനിൽ വരുന്ന പ്രഗ്നൻസി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡയാസ്റ്റേസിസ് റെക്റ്റായി, അഥവാ നമ്മുടെ അബ്ഡമൻ്റെ സെൻട്രൽ പോർഷനിൽ വെർട്ടിക്കലായിട്ട് വരുന്ന ഒരു മസിലുണ്ട്. യൂഷ്വലി ഡെലിവറി ടൈമിൽ അത് സ്പ്ലിറ്റ് ഓപ്പൺ ആവും, വിച്ച് ഇസ് നോർമൽ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ഡെലിവറി ഇറ്റ് ഇസ് സപ്പോസ് ടു ഷ്രിങ്ക് ബാക്ക് ഇൻ. പക്ഷേ പലർക്കും അത് എക്സാക്ട്ലി ഒരു കംപ്ലീറ്റ്ലി പോവില്ല. ഒരു 2 to 4 ഫിംഗർ ഗ്യാപ്പ്, ഐഡിയലി 2 ഫിംഗർ ഗ്യാപ്പിൻ്റെ മുകളിലുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ആസ് റെക്റ്റായി, ഡയാസ്റ്റസിസ് റെക്റ്റായി. അപ്പം ഹൗ ടു ഓവർകം ദാറ്റ്? ആൻഡ് പലപ്പോഴും പലരും ജിമ്മിൽ പോയി ക്രഞ്ചസ് ആണ് ആദ്യം ചെയ്യുന്ന എക്സസൈസസ് ആണ്. ഓക്കെ, ദ മൊമെന്റ് ദേ വാക്ക് ഔട്ട് ഓഫ് ദ ഹൗസ്. പക്ഷേ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ക്രഞ്ചസ് ഒരിക്കലും അവിടെ അഡ്വൈസബിൾ അല്ല. അല്ലാതെ ലോവർ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് ടു ബ്രിങ് ദം ക്ലോസർ. ദർ ആർ ലോട്ട് ഓഫ് എക്സസൈസസ്. ഐ ആം ആക്ച്വലി I have been trained in antenatal postnatal exercises back in the day. Now my team actually takes care of it entirely. അപ്പം പോസ്റ്റ് ഡെലിവറി എന്തൊക്കെ എക്സസൈസസ് അബ്ഡോമിന് കൊടുക്കാം, ഹൗ ക്യാൻ യു ഗെറ്റ് ബാക്ക് ടു ശില്പ ഷെട്ടി ആബ്സ് as they call it, very important for a lot of people, and we actually have achieved that. പക്ഷെ ഒരു കാര്യമുണ്ട്, it's not a quick fix. It takes over a year, the process. They have to stick to the process. Even before they become a mom, are there any type of exercises? Antenatal exercises, absolutely. What kind of exercises do you? Usually, I stick to my gynecologist when it comes to that. Okay, so there are high-risk pregnancies. Ideally, after 3 months, the gynecologist would say, you can go ahead with the exercises. We are happy to do that. Sometimes we wait up till 5 months. Anomaly scan ഒക്കെ കഴിയുന്നത് വരെ we wait it out. 5 months കഴിഞ്ഞായിരിക്കും ചെയ്യുന്നത്. The best thing, if you are on a safe phase in your pregnancy, you can always start with walking. Half an hour to 45 minutes, that really helps. Second thing you could do is, you can actually go for upper body strengthening exercises. ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് we give ഈ സ്ക്വാട്ടിങ് എക്സസൈസസ് a lot. വാഡ്ലിംഗ് എക്സസൈസ്, ഡക്ക് വാക്ക് എന്ന് പറയും, ഇരുന്നിട്ട് ഡക്കിനെ പോലെ വാക്ക് ചെയ്യുന്നത്. I can actually proudly say this because എൻ്റെ പോസ്റ്റ് ആൻറ്റിനേറ്റൽ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നടത്തിയത് എൻ്റെ വൈഫിൻ്റെ പുറത്താണ്. ആൻഡ് ഐ വുഡ് സേ ദാറ്റ് by around midnight she had her pains. Around 6 o'clock I finally woke up. I said I can't hold it anymore. So we were actually staying right next to our hospital, around 10-15 minutes walk. We walked to the hospital and she delivered in about 15-20 minutes. I remember very clearly my wife never had swollen legs right till the day before her delivery. Okay, I was very proud of her. I think that was the last time she actually listened to me, but yes, so that really worked. So I was trained in Bombay by Snigdha Mehta. She is a OBG specialized physiotherapist there. So it does work wonders. And last but not the least, post-delivery, there is something called pelvic floor exercises, which is also very important. Karyam, normal delivery kariyumbom, the birth canal actually becomes highly flexible and a bit loose. So
അതിനെ കൺട്രോൾ ചെയ്യുക. വൈ ഇറ്റ് നീഡ്സ് ടു ബി കൺട്രോൾ? ബിക്കോസ് ഇൻ ദ ലോങ് റൺ സംടൈംസ് ചിലർക്ക് ഇൻകോണ്ടിനൻസ് പോലെ, അതായത് ചിലപ്പം വെൻ ദേ കഫ് ഓർ സ്നീസ് ഓർ ലാഫ്, a few drops of urine might come out knowingly or unknowingly. They couldn't be able to control it. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള എക്സസൈസസ്. പിന്നെ ലോങ്ങർ റണ്ണിൽ മെനോപോസ് ആ ഒരു സ്റ്റേജിലാകുമ്പോൾ യൂട്രീൻ പ്രൊലാപ്സ് പോലത്തെ സിനാരിയോസ് കൺട്രോൾ ചെയ്യാൻ കീഗിൾസ് ആൻഡ് അതർ പെൽവിക് ഫ്ലോർ എക്സസൈസസ് ആർ എ ഫെൻറ്റാസ്റ്റിക് തിങ്. അതിനെപ്പറ്റി കൂടുതലും യൂഷ്വലി പെൽവിക് ഹെൽത്ത് എക്സ്പേർട്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് പോസ്റ്റ് ഡെലിവറി വി റിയലി ഹെൽപ്പ് ദം വിത്ത് ദ ബേസിക്സ്. പിന്നെ എപ്പിസിയോട്ടമി ഒക്കെ നോർമൽ ഡെലിവറീസിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഓൾസോ വി വെയിറ്റ് എ ബിറ്റ് ബിഫോർ വി സ്റ്റാർട്ട്. ഇഫ് അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒന്നും ആവശ്യമില്ലെങ്കിൽ ആക്ച്വലി ഡേ 2 or day 3 ഓഫ് ഡെലിവറി മുതൽ തന്നെ വി ക്യാൻ റിയലി സ്റ്റാർട്ട് എക്സസൈസസ് ഇഫ് നോ അതർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആർ ഡൺ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇൻഫാക്ട് ദർ ഇസ് എ ഡിവൈസ് കോൾഡ് TENS, ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ. ഇത് നമ്മൾ പെയിൻ റിലീഫിന് യൂസ് ചെയ്യുന്നത്. ദർ ഇസ് ഡോക്യുമെൻറ്റേഷൻ ദാറ്റ് ഡെലിവറി ടൈമിൽ TENS നമ്മൾ യൂസ് ചെയ്യും ഫോർ പെയിൻ, പ്രഗ്നൻസി എന്നുള്ള പെയിൻ റിലീഫിന് വേണ്ടി, ഡെലിവറി പെയിൻ കൺട്രോൾ ചെയ്യാൻ. So there are studies with that. There's a lot of machines and a lot of AI applications coming for physiotherapy. But do you think it can actually replace a physiotherapist? Innovations എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ probably one of the first innovations was the pulley we use. നമ്മൾ എക്സസൈസ് ചെയ്യാൻ, ഷോൾഡർ എക്സസൈസ് ചെയ്യാൻ ഒരു കപ്പിയും കയറും കെട്ടി തൂക്കിയിട്ട്. This was one of the first innovation, I think. Okay. അവിടുന്ന് we have a lot of pain management machines, ഈ electrical stimulations in the variations. From there, actually, right now we have got magnetic based therapy stimulations, deep brain stimulation, magnetic stimulations. പിന്നെ അതിന് പുറമെ we have got a lot of tech involving ഒരു ടെക്കാർ തെറാപ്പി. A lot of things have, lot of innovations. In fact, Belfort'le, that's one of our hospitals, we have something called G-Gator. It was the first robotic gator produced in India. What is it used for? Right? Okay, G-Gator എന്ന് പറയുന്നത് ഒരു എക്സോസ്കെൽട്ടൺ ആണ്. ഇറ്റ്സ് ഗോട്ട് എ ഹാർനസ്, ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു ട്രെഡ്മിൽ. സോ ഇപ്പം നടക്കാൻ പറ്റാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത ഒരാൾക്ക് we hook them up to the machine, we harness him with the belts and we make them walk. So essentially they designed it with paraplegics in mind to get them back to walking. They run back to life. അതാണെന്ന് തോന്നുന്നു അവരുടെ കൺസെപ്റ്റ്. അപ്പം that was a fantastic piece of innovation. അപ്പം we have been using it for a lot of things. സ്ട്രോക്ക് പേഷ്യൻസ്, പിന്നെ ഗില്ലിയൻ ബാരി സിൻഡ്രോം വന്നിട്ട് ഫുൾ ബോഡി പാരലൈസ്ഡ് ആയിട്ട് അവർക്കൊക്കെ റിക്കവറി റേറ്റ് ഫാസ്റ്ററാണ്. അപ്പോൾ സ്ട്രോക്ക് പേഷ്യൻസ് നടക്കുമ്പം അവരിങ്ങനെയല്ല നടക്കുന്നത്, അവർ കാലിങ്ങനെ എടുത്തു വെച്ച് നടക്കുന്നത്. അപ്പോൾ ആ പാറ്റേൺ കറക്റ്റ് ചെയ്യാൻ. പാർക്കിൻസൺസ് ഉള്ളവർ വളരെ ഷോർട്ട് ഷഫ്ലിംഗ് ഗേറ്റ് ആണ്, അവരെ നമ്മൾ നടത്തിക്കാൻ. ഇങ്ങനെ പല ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ കൂളസ്റ്റ് പീസ് ഓഫ് ടെക്സ് ഐ ഹാവ് ആക്ച്വലി എവർ സീൻ. സോ ആൻഡ് റൈറ്റ് നൗ ഐ തിങ്ക് അതിൻ്റെ പുതിയ മോഡൽസ് വിത്ത് AI ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പല മോഡൽസും വന്നിട്ടുണ്ട്, വേർ ദേ ആക്ച്വലി മെഷർ ദ കേഡൻസ് ആൻഡ് ഓൾ ദാറ്റ്. ആ റെസ്പോൺസ് മെക്കാനിസം AI ബേസ്ഡ് ആയിട്ട് സപ്പോർട്ട് പേഷ്യൻ്റ് എടുക്കുന്ന ലോഡിനെ അനുസരിച്ച് അവർ സപ്പോർട്ട് കുറയ്ക്കുന്ന രീതിയിൽ വരെ അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. So a lot of stuff has been happening like this. But will it replace a physio എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, I remember one of my first clinical postings, എൻ്റെ ഒരു മെൻറ്റർ വളരെ ഒരു ഓൾഡ് സ്കൂൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പോൾ we used to use something called infrared light back in the day. It's used even today. Okay. അപ്പം കഴുത്ത് വേദനയോ നടുവേദനയോ ഉണ്ടെങ്കിൽ ഈ ലൈറ്റ് കൊണ്ട് ഇത്ര ഡിസ്റ്റൻസിൽ വെച്ച് അതിലോട്ട് പോയിന്റ് ചെയ്താൽ they will feel some warmth and it actually feels good. ഒരു പെയിൻ റിലീഫ് കിട്ടും. When I walked into the posting hall, I saw him handling the ലൈറ്റ്. പുള്ളി അതെടുത്ത് ഇങ്ങനെ കറക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ വാസ് ലുക്കിംഗ് അറ്റ് ഹിം ഫോർ അറൗണ്ട് 5-10 minutes. അപ്പോൾ പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് പോയി ഞാൻ പറയും, സാർ ഇതെന്തിനാണ് ഇങ്ങനെ കറക്കിയൊക്കെ ചെയ്യുന്നത്, ചുമ്മാ വച്ചു കൊടുത്താൽ പോരെ. എടാ വച്ചു കൊടുത്താൽ അവൻ ഇത് വീട്ടിൽ മേടിച്ച് വയ്ക്കില്ലേ, ഇറ്റ് ഈസ് ഓൾ ഇൻ മൈ ഹാൻഡ് എന്ന് വേണ്ടി പേഷ്യൻ്റ് തോന്നണ്ടേ. ഓക്കെ, സോ വി ഷുഡ് ആക്ച്വലി ഡു സം മാനിപ്പുലേഷൻസ്. ഓക്കെ, സോ നൗ യു ടെൽ മീ, വിൽ AI എവർ ഓവർകം us? പിന്നെ of course there are a lot of softwares also. ഇപ്പം I personally use something called PhysiTrack. It's a British software. So I do a lot of online consultations in my personal practice. അപ്പം I have patients from US or somewhere else and I do online assessment. We have a software, we have a format for that. I do their assessment, then I give them exercises. അപ്പം ഇവിടുത്തെ എൻ്റെ ഏറ്റവും വലിയ challenge, I can't correct them by touching them or we are on a screen, right? So what I do is I use this software, I teach them the exercises, I set it up on the software and they can actually access it in their phone. And they can see how the exercise is done with the video. അപ്പോൾ ഓരോ എക്സസൈസ് എത്ര പ്രാവശ്യം ചെയ്യണം, എങ്ങനെ ചെയ്യണം, റെപ്പിറ്റേഷൻസ് കൗണ്ട്സ് ആൻഡ് വാട്ട് ഈസ് യർ ഫീഡ്ബാക്ക് ആഫ്റ്റർ ദി എക്സസൈസ്, വെദർ ദേ ആർ ഡൂയിങ് ഇറ്റ്, അഡറൻസ് ടു ദ പ്രോഗ്രാം, വീട്ടിൽ ഇത് ചെയ്യുന്നുണ്ടോ, ചെയ്യുമ്പോൾ പെയിൻ ലെവൽസ് കൂടുന്നുണ്ടോ, ഇതെല്ലാം എനിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും.
So that has been there for the past 5 years. And it is one of the easiest things I have done for my long distance patients. In fact, എൻ്റെ പേഴ്സണൽ പേഷ്യൻസ് ഇവിടെ ഉള്ളവരും വീഡിയോ റെക്കോർഡ് ചെയ്ത് പോകുന്നതിനെക്കാട്ടിലും ദിസ് ഇസ് മോർ എഫക്റ്റീവ് ഫോർ ദം. സോ വി യൂസ് ദാറ്റ് എ ലോട്ട്. സോ ദാറ്റ് ഈസ് സംതിങ് ഇൻട്രസ്റ്റിംഗ് വിച്ച് ഐ ഹവ് സീൻ. പിന്നെ ഇപ്പം അല്ലാതെ റൊബോട്ടിക് എന്ന് പറഞ്ഞ് കുറേ ഡിവൈസസ് വരുന്നുണ്ട്. ഈ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് പാറ്റേൺസ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ. നോട്ട് സീൻ ദാറ്റ് മച്ച് ഗ്രേറ്റ്നെസ് ഇൻ ദം. But virtual reality, I've seen a lot of work happening. A lot of patients headset use ചെയ്തിട്ട് കുറേ ആക്ടിവിറ്റീസ് പേഷ്യൻസിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത് ICU കിടക്കുന്ന പേഷ്യൻറ്റിന് വരെ യൂസ് ചെയ്യാൻ പറ്റും. സോ ICUവിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് വെളിയിൽ മഴയാണോ കാറ്റാണോ അതോ സന്ധ്യയാണോ രാവിലെയാണോ ഒന്നും അറിയുന്നില്ല അവർ. ഓക്കെ, അപ്പോൾ അവർക്ക് ഇറ്റ്സ് ആക്ച്വലി ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. ബട്ട് ദാറ്റ് ഈസ് ആക്ച്വലി സംതിങ് റിയലി ഇൻട്രസ്റ്റിംഗ്. So thank you so much, Nandan. I think you have pretty much cleared most of questions and frequently asked questions by our patients as well as the common man. So thank you all so much for being on this show, and we look forward to seeing you again with even more insights from physiotherapy. Absolutely. This is fun. Thank you.